ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചുക്കപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ചുക്കപ്പം എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചുക്കപ്പം റെഡിയാക്കാനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, പക്ഷെ നെയ്യിലാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചുക്കപ്പത്തിന്. അതിനാണ് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് വഴന്നിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ചുക്കപ്പം റെഡിയാക്കാനായിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. കണ്ടോ, ഈ 1 കപ്പിൻ്റെ അതേ അളവിൽ തന്നെ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അതേ കപ്പ് അളവിൽ വേണം വെള്ളം ചേർക്കാൻ. അത് ചേർക്കാം. അരിപ്പൊടി എടുത്ത അതേ കപ്പ് അളവിൽ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ഈ ഒരു അളവിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. വെള്ളം അധികം ആവരുത്, അതാണ് വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞത്. വെള്ളം അധികം ആയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് ചുക്കപ്പം ഫ്രൈ ചെയ്തെടുക്കേണ്ടതല്ലേ, അപ്പോൾ പൊട്ടിത്തെറിച്ച് പോവും. അതാണ്. നന്നായിട്ടിത് വേവിച്ചെടുക്കാം. ഈ രീതിയിൽ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. വെള്ളം അധികം ഒട്ടും ആവരുത്. ഈ ഒരു നമ്മളിങ്ങനെ പിടിച്ച് നോക്കും, നമുക്കിങ്ങനെ ഉരുട്ടാൻ പാകത്തിനുള്ള ഒരു പരുവല്ലേ, ആ പരുവ്. ഇതേ രീതിയിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഒത്തിരി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെയാണ് നമ്മുടെ ചുക്കപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഈ രീതിക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കണം. തുറന്ന് വയ്ക്കരുത്, അടച്ച് തന്നെ വയ്ക്കണം. തുറന്ന് വെച്ചാൽ ഇത് കൂടുതൽ ഡ്രൈ ആയി പോകും കേട്ടോ. നമുക്കിത് കുഴക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഒരു 5 മിനിറ്റ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ മാറ്റി വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഒരു പരന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഞാൻ പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് ഒരു മുട്ട ഇതുപോലെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വയ്ക്കണം. ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തു പോവാതെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് ഇടയ്ക്കിങ്ങനെ പുരട്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. രണ്ട് കൈയും കൂട്ടിയിട്ടൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ
ഇനി ചെയ്യേണ്ടത് നമുക്ക് മുട്ട കുറേശ്ശായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒരു മുട്ട ചിലപ്പോൾ ഫുള്ളായിട്ട് വേണ്ടി വരത്തില്ല, അതുകൊണ്ടാണ് കുറേശ്ശെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അധികം ആവാണ്ട് തന്നെ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുത്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ നമുക്കൊരു ഉരുട്ടാൻ പാകത്തിന് കിട്ടണമല്ലോ, അതുകൊണ്ട് നോക്കിയിട്ട് വേണം മുട്ടയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ആ ഒരു പാകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ചിലപ്പോൾ ഒരു മുട്ട വേണ്ടി വരും, ചിലപ്പോൾ 2 കപ്പ് 3 കപ്പിനും ഒക്കെ ചിലപ്പോൾ ഒരു മുട്ട മതിയാവുമായിരിക്കും. അത് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ അതിൻ്റെ പാകം കാണിച്ചു തരാം, കുഴച്ചിട്ട് വരുന്നതിന്. ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്തിട്ട് നമുക്കിത് വളരെ തിന്നായിട്ടൊന്നിങ്ങനെ ഈ ഒരു നീളത്തിലിങ്ങനെ എടുത്തെടുക്കണം കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉരുട്ടി നീളത്തിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കാം. ഇതുപോലെ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതെന്തിനാന്ന് വെച്ചാൽ കണ്ടോ, ഈ ഒരു അളവ് നമുക്ക് വേണ്ടുള്ളൂ. ഇത്ര എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ചെറിയ ചുക്കപ്പത്തിൻ്റെ ഷേപ്പ് അറിയാലോ, ബട്ടൺസിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരും. അപ്പോൾ അതൊന്ന് കൈകൊണ്ട് മെല്ലനെ ഒന്ന് പ്രസ് ചെയ്യുക. നടുക്ക് കുഴിയല്ല, ഇങ്ങനെ അപ്പാടെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ഇതിലാണ് വേണ്ടത്. നമ്മുടെ ചുക്കപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അധികം തടിപ്പ് വേണ്ട കേട്ടോ. അധികം തടിപ്പായാൽ ഉള്ളൊന്നും വെന്ത് കിട്ടത്തില്ല. ഈ ഒരു ബട്ടൺസിൻ്റെ ആ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു രീതി കേട്ടോ. ഞാനെല്ലാം ഇതുപോലെ നീളത്തിലാക്കി എടുത്തിട്ട് കണ്ടോ, ഈ ഒരു നീളത്തിലാക്കി എടുത്തിട്ട് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാക്കിയിട്ട് കാണിക്കാം. ഇതാ ഞാൻ ഈ രീതിയിൽ എല്ലാം ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഇത്രയും. ഇതാണ് ഈ ഒരു ചുക്കപ്പോ റെഡിയാക്കുമ്പോൾ ആകെയുള്ളൊരു ചെറിയൊരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഉരുട്ടിയെടുത്ത് ഇങ്ങനെ ഷേപ്പാക്കി വെക്കുന്നതാണ്. അത് വീട്ടിലെല്ലാവരും കൂടി ഒന്ന് ചെയ്താലൊക്കെ ശരി. എന്നാലും നമ്മളിത് കുറച്ച് സ്റ്റോർ ചെയ്തൊക്കെ വെക്കുന്നതുകൊണ്ട് നമുക്കിത് ഉപകാരമായിരിക്കും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ഉരുട്ടാനുള്ള കഷ്ടപ്പാടങ്ങ് മറക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചെയ്യാം, കാരണം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഓയിലാവുമ്പോൾ കുറച്ചുകൂടി നിൽക്കും. വെളിച്ചെണ്ണയാവുമ്പോൾ അധികം നിൽക്കില്ല. പക്ഷേ എന്നാലും വെളിച്ചെണ്ണയിലാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എണ്ണ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചധികം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്ത പാട് തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. കാരണം അപ്പം നമ്മൾ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊക്കെയല്ലേ ഉണ്ടാവും, അന്നേരം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറച്ചൊന്ന് ഫ്രൈ ആയി വരുമ്പോഴും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ആ സമയത്ത് ഒന്നിച്ച് കുറേ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടോ, ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ. ചുക്കപ്പത്തിൻ്റെ ഒരു കളറില്ലേ, ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ആ ഒരു കളറിലാവുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ ചുക്കപ്പ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. ഞാനിത് കോരി എടുത്തിട്ട് വെക്കട്ടെ കേട്ടോ. ഈ ഒരു കളറാണ് വേണ്ടത്.
ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഇനി വാങ്ങി വയ്ക്കാം കേട്ടോ. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ നല്ല കറുമുറാന്നുള്ള ചുക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചുക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഇതാ വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. നല്ല കറുമുറന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമാവും. Thanks for watching.